ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ പ്രായത്തിലും ഓരോ സാഹചര്യത്തിലും ചില കാര്യങ്ങൾ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനും ഷേപ്പിനുമൊക്കെ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമുണ്ട്. പരസ്പരമുള്ള ഒരു ആകർഷണത്തെ പ്രകൃതി ഏറ്റവും കൂടുതൽ കൂട്ടുന്നതും ഈ ഒരു സമയത്തായിരിക്കും. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പല ഘട്ടത്തിൽ കൂടി കടന്നിട്ടാണ് ലൈംഗികപരമായിട്ട് മച്ചുറാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് ചില പ്രത്യേകതകളുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സാഹചര്യം ലൈംഗികതയിൽ ഏത് രീതി ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ വേണം എന്നതിന് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചില സമയത്ത് ഇതിനെ ശക്തമാക്കുന്നതും നമ്മുടെ മനസ്സിൽ ഇതിനോടൊരാഗ്രഹം തോന്നിപ്പിക്കുന്നതും പ്രണയവും സൗന്ദര്യവുമായിരിക്കും. എന്നാൽ ചില സാഹചര്യത്തിൽ ബന്ധങ്ങൾ വഴിയും സൗഹൃദങ്ങൾ വഴിയാണ് സംഭവിക്കുന്നത്. 40 വയസ്സ് കഴിഞ്ഞ് മനസ്സിന് സന്തോഷമുള്ളവരെ സംബന്ധിച്ച് അവരാരോഗ്യത്തിനും ലൈംഗികതയ്ക്കും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ രണ്ട് കാര്യവും ഒരു വ്യക്തിയുടെ ആകർഷണം കൂട്ടുന്നതാണ്. ആകർഷണവും ഇതും തമ്മിൽ വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് പ്ലസ് പോയിൻറ്റും ഉണ്ട്, മൈനസ് പോയിൻറ്റും ഉണ്ട്. കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ടെൻഷൻ വരാനുള്ള പോസിബിലിറ്റി ചിലവർക്ക് കൂടുതലാണ്. ചിലർ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനകത്തങ്ങ് പെട്ടുപോകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിലും ചില സ്ത്രീകൾ നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? അതുപോലെ ഇതിനകത്ത് കുടുംബം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. സാമ്പത്തികം ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ടെൻഷനിൽ കൂടിയും പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് വളരെ ശാന്തമായിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുള്ളവരും ഇത് ആസ്വദിക്കുന്ന കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അവരെ സഹായിക്കുന്നത് അവരുടെ മൊത്തത്തിലുള്ള മൈൻഡ് സെറ്റാണ്. എന്നാൽ ഈ മൈൻഡ് സെറ്റിനെ സഹായിക്കുന്നത് അവരുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കലുകളാണ്. ഇതിനകത്ത് ഈസ്ട്രജൻ പോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണും പ്രധാനമാണ്. ടെസ്റ്റോസ്റ്ററോൺ ശരിക്കും പറഞ്ഞാൽ പുരുഷ ഹോർമോണാണ്. പക്ഷേ എങ്കിലും സ്ത്രീകളുടെ ശരീരത്തിൽ അത് ലിബിഡോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ഡിസയർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഒരു ഊർജ്ജസ്വലത ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ചില കാര്യങ്ങളെ നേരിടാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും യോനിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്. തന്നെയല്ല, ഇതിനെക്കുറിച്ച് അവരെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർക്കൊരു പ്രത്യേക മൂഡും വികാരവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. അതുപോലെ 40 കഴിഞ്ഞവരെ സംബന്ധിച്ച് ഈ ഭാഗത്തെ വികാര കേന്ദ്രങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ചെയ്യുന്ന സമയങ്ങളിൽ. യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള പല ഫീലിങ്സും നമുക്കുണ്ടാക്കി തരുന്നത് ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കലുകളാണ്. എന്നാൽ ഈ കെമിക്കലിനെ നിയന്ത്രിക്കുന്നതോ നമ്മുടെ മനസ്സിലുള്ള സ്നേഹം, പ്രണയം, ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ മോഹങ്ങൾ, ഇഷ്ടങ്ങൾ, പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇതൊക്കെ തന്നെ പല കെമിക്കലുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്ട്രോക്ക് കിട്ടേണ്ടടുത്ത് തന്നെ കിട്ടാനായിട്ട് പങ്കാളിയെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഈ ഭാഗത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരൊരു ഹാർഡ് നേച്ചറായിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. എന്നുവെച്ചാൽ എത്രത്തോളം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നോ അത്രത്തോളം അത് ഹാർഡായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഡോസും സമയവും കൂടുതലായിട്ട് വേണ്ടി വരും. അത് ഏത് രീതിയിൽ കൂടെ വേണമെന്ന് അവരവരുടെ മനസ്സ് തന്നെ കണ്ടെത്തും. ഇനി മറ്റാരും ഇല്ലെങ്കിലും ഇതിൽ തന്നെ സ്വയം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ട്. യോനിയിലെ ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് നെർവ് എൻഡിങ്സ് വരുന്ന ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ബ്രെയിൻ പ്രത്യേകം തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ ഈ പ്രായത്തിൽ മനസ്സിനൊരു ഇമോഷണൽ മെച്യൂരിറ്റി കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. മാത്രമല്ല, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുമുണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.